ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു കിടിലൻ ട്രഷർ ഹണ്ടിങ് മൂവിയാണ്, റൈഡേഴ്സ് ഓഫ് ദ ലോസ്റ്റ് ആർക്ക്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു അമേരിക്കക്കാരനും പിന്നെ ഈ നാട്ടിലുള്ള കുറച്ച് ലോക്കൽ ആളുകളും കൂടിയിട്ട് ഒരു കാട്ടിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്രാമവാസികളിൽ ചേർന്നിട്ടുള്ള ഒരാള് അയാളുടെ കുതിരേനെ കെട്ടാനായിട്ട് ഒരു മരത്തിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ ഒരു മരത്തിന്റെ പുറകില് ഒരു ശില്പം ഉണ്ടായിരുന്നു. അത് കണ്ടപാടെ തന്നെ അയാളിപ്പോ അലറി വിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ അമേരിക്കക്കാരൻ ഈ ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ശില്പം വെച്ചിട്ടുള്ള ദിക്ക് നോക്കി നടക്കുകയാണ്. ഇവരിങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ആ ഒരു ലോക്കൽ ആളുകള് മരത്തില് എന്തോ ഒരു അമ്പ് കുത്തിയിരിക്കുന്നതായിട്ട് കാണാണ്. അത് ഈ ഒരു ഏരിയയിലുള്ള ട്രൈബ്സ് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അമ്പാണ്. ആ ഒരു അമ്പിനകത്ത് അവർ തേച്ചു വെച്ചിട്ടുള്ള വിഷം ഇപ്പോഴും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ ഈ ഒരു വഴി കൂടെ ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ ഇവർ പോയിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഗുഹയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ലോക്കൽ ആളുകളില് ഒരാള് ഒരു ഗൺ എടുത്തിട്ട് ഈ ഒരു അമേരിക്കക്കാരനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇയാള് കയ്യിലുണ്ടായിരുന്ന ഒരു ചാട്ട എടുത്തിട്ട് അവന്റെ തോക്കിലേക്ക് അടിക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് ഓടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു അമേരിക്കക്കാരൻ, ഇവനാണ് നമ്മുടെ ഹീറോ. ഇവനാണ് ഇന്ത്യാന ജോൺസ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോൺസും അയാളുടെ കൂട്ടത്തില് ഒരു സഹായി മാത്രമാണുള്ളത്. ഇവർ മെല്ലെ മെല്ലെ ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഒരുപാട് വിഷച്ചിലന്തികള് അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ മേത്തേക്ക് അത് വീഴുന്നുണ്ട്. അതിനൊക്കെ ഒരു വിധത്തിൽ തട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മുടെ ആൾക്കാര് മുന്നോട്ടേക്ക് പോവാണ്. ഇതിനിടയിൽ വലിയൊരു കിടങ്ങ് ഇവർ കാണുന്നുണ്ട്. നമ്മുടെ ഹീറോ ഇപ്പോ കയ്യിലുണ്ടായിരുന്ന ഒരു ചാട്ടവാറ് മുകളിലുണ്ടായിരുന്ന മരത്തിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കുകയാണ്. അതിനുശേഷം സ്വിങ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഇവർ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവരുടെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്ന പ്രധാന ഒരു പ്രതിബന്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗുഹയുടെ പല ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ഓട്ടകളിലൂടെ വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു വെളിച്ചം അങ്ങനെ നമ്മൾ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഹയുടെ രണ്ട് സൈഡിലായിട്ടും സ്ഥാപിച്ചിട്ടുള്ള വലിയ വലിയ ഷാർപ്പായിട്ടുള്ള ശൂലങ്ങള് ഈ ഒരു ഭാഗത്തേക്ക് തുളച്ചു കയറും. ഓൾറെഡി ഈ ഒരു അമ്പ് കയറിയിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ട്. അയാളുടെ അസ്ഥിയോടൊക്കെ ഇപ്പൊ ഇവർ കാണുകയാണ്. അങ്ങനെ ഓരോരോ ആപത്തുകളും കടന്നിട്ട് ഇപ്പോ ഇവർ തേടി വന്നിട്ടുള്ള ആ ഒരു നിധിയുടെ അടുത്തേക്ക് ഇവർ എത്താണ്. എന്നാൽ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രാപ്പുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കമ്പ് എടുത്തിട്ട് ഇപ്പോ തറയിൽ ഇങ്ങനെ ഉരസി നോക്കുകയാണ്. ഉടനെ തന്നെ എവിടെ നിന്നോ ഒരു അമ്പ് വന്നിട്ട് ആ ഒരു തടിയുടെ മുകളിലേക്ക് കുത്തി കയറുന്നുണ്ട്. ഇപ്പോ കൂടെ വന്നിട്ടുള്ള ഹെൽപ്പറിനോട് അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞിട്ട് ജോൺസ് മെല്ലെ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള ട്രാപ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് അവൻ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. അവസാനമായിട്ട് ആ ഒരു ഗോൾഡൻ പ്രതിമയുടെ അടുത്തേക്ക് നമ്മുടെ ഹീറോ എത്തിയിരിക്കുകയാണ്. എന്നാൽ ചാടിക്കേറി അത് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും പണി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു സഞ്ചിയിൽ നിറച്ചും ആ ഒരു പ്രതിമയുടെ അളവില് മണൽ നിറയ്ക്കുന്നുണ്ട്. അതിനുശേഷം മെല്ലെ ആ ഒരു പ്രതിമ എടുത്തിട്ട് പകരം വെയിറ്റിനായിട്ട് ആ ഒരു മണൽ അവിടെ വെക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഗുഹ ഇടിഞ്ഞു വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു വിധത്തില് ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് എങ്ങനെയൊക്കെ പുറത്തേക്ക് ഓടുകയാണ്. ആദ്യം പോയത് ഈ ഒരു ഹെൽപ്പർ തന്നെയാണ്. അവൻ ആ ഒരു ചാട്ട ഉപയോഗിച്ചിട്ട് ഇവർ വരുന്ന സമയത്ത് കണ്ടിട്ടുള്ള ആ ഒരു വലിയ കിടങ്ങ് ചാടി കിടക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജോൺസിന് ആ ഒരു ചാട്ട കൊടുക്കുന്നുണ്ടായിരുന്നില്ല. നിന്റെ കയ്യിലുള്ള ആ ഒരു ഗോൾഡൻ പ്രതിമ അതെനിക്ക് തന്നാൽ മാത്രമേ ഈ ഒരു ചാട്ട ഞാൻ തരുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ആ ഒരു ഗോൾഡൻ പ്രതിമ അവനിപ്പോ ജോണിന്റെ നിന്ന് വാങ്ങുകയാണ്. എന്നാൽ ഇത് കൈ കിട്ടിയ സമയത്ത് അവന്റെ സ്വഭാവം മാറുകയാണ്. ചാട്ട വലിച്ചെറിഞ്ഞിട്ട് അവനിപ്പോ ആ ഒരു പ്രതിമയായിട്ട് അവിടുന്ന് ഓടുകയാണ്. ഇനിയിപ്പോ ആലോചിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് ഒട്ടും സമയമില്ല. അതുകൊണ്ട് തന്നെ ജോൺസ് ഇപ്പോ ഒരുപാട് സ്പീഡിൽ വന്നിട്ട് ആ ഒരു കിടങ്ങ് ചാടി കിടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പുറത്തെ ഭാഗത്തുള്ള കറക്റ്റ് തുഞ്ചത്താണ് ഇവന് പിടുത്തം കിട്ടിയിട്ടുള്ളത്. ഒരു വിധത്തില് അവിടെ ഉണ്ടായിരുന്ന വള്ളിയിലൊക്കെ പിടിച്ചിട്ട് ഇവൻ എങ്ങനെയൊക്കെയോ മുകളിലോട്ട് കയറുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയപ്പോഴത്തേക്കും ഈ ഒരു ഗുഹയുടെ ഡോറ് മെല്ലെ അടയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു വിധത്തില് അവൻ ഓടി ഉരുണ്ട് വന്നിട്ട് എങ്ങനെയൊക്കെയോ ഇപ്പൊ ആ ഒരു വാതിൽ അടയുന്നതിന് മുന്നേ തന്നെ പുറത്ത് കടന്നിട്ടുണ്ട്. എന്നാൽ പോയി നോക്കുന്ന സമയത്ത് ഇവന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഹെൽപ്പർ ലൈറ്റ് തട്ടിയിട്ടുണ്ടെങ്കിൽ പുറത്തു വരുന്ന ആ ഒരു കുന്തം കയറിയിട്ട് അവിടെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അവന്റെ അരികിലായിട്ട് കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു ഗോൾഡൻ ശില്പമായിട്ട് നമ്മുടെ ഹീറോ ഇപ്പൊ മുന്നോട്ടേക്ക് നടക്കുകയാണ്. എന്നാൽ ഇപ്പോഴും ഈ ഒരു ഗെയിം അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു വലിയ ഉരുണ്ട കല്ല് ഇവന്റെ പുറകെ തന്നെ ഇപ്പൊ പറന്നു വരികയാണ്. ഇപ്പൊ നല്ല സ്പീഡിൽ തന്നെ നമ്മുടെ ഹീറോ മുന്നോട്ടേക്ക് ഓടുന്നുണ്ട്. ഒരു വിധത്തില് അവൻ ഈ ഒരു ഗുഹയിൽ നിന്നും ഇപ്പൊ പുറത്ത് കിടക്കുകയാണ്. എന്നാൽ പുറത്തു വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രൈബ്സ് അവിടെ വളഞ്ഞിട്ടുണ്ടായിരുന്നു. ബെൻ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ട്രഷർ ഹണ്ടർ, അയാൾക്ക് ആ ഒരു ട്രൈബ്സിന്റെ ഭാഷ അറിയായിരുന്നു. ഇവനെതിരെ തിരിപ്പിച്ചിട്ട് ആ ഒരു ട്രൈബ്സിനെ കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഹീറോയുടെ കയ്യിൽ നിന്നും അവനിപ്പോ ആ ഒരു ശില്പം വാങ്ങുകയാണ്. ഈ ശില്പം കണ്ട സമയത്ത് തന്നെ ട്രൈബ്സ് എല്ലാം നിലത്ത് മുട്ടുകുത്തിയിരിക്കുകയാണ്. അവർ ആരാധിക്കുന്ന എന്തോ ഒരു ദൈവമാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹീറോ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ബെൻ ആണെന്നുണ്ടെങ്കിൽ ഹീറോയെ പിടിക്കാനായിട്ട് ഇപ്പൊ ട്രൈബ്സിന് ഉത്തരവ് കൊടുക്കുന്നുണ്ട്. ട്രൈബ്സ് എല്ലാവരും തന്നെ നമ്മുടെ ഹീറോയിന്റെ പുറകില് ഇപ്പൊ വെച്ച് പിടിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശില്പമായിട്ട് മറ്റേ ആൾ കടന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഹീറോ ഇപ്പൊ ഓടി ഓടിയിട്ട് പുഴയിൽ നിർത്തിയിട്ടുണ്ടായിരുന്ന അവന്റെ പ്ലെയിനുമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഇവൻ ട്രഷർ തിരഞ്ഞെടുക്കുന്ന ഒരു അഡ്വഞ്ചർ മാത്രമല്ലായിരുന്നു. ഒരു കോളേജിൽ പ്രൊഫസറായിട്ടും അയാൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ പെമ്പിള്ളേർക്കും തന്നെ നമ്മുടെ ഹീറോയിനോട് ഭയങ്കര ക്രഷ് ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ കോളേജിന്റെ പ്രിൻസിപ്പൽ അങ്ങോട്ടേക്ക് വരികയാണ്. നിന്നെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഒരു മിഷൻ അയച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതും കളഞ്ഞു പൊളിച്ചിട്ട് നീ ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനിപ്പോ പറയാണ്, നിങ്ങളിങ്ങനെ ബേജാറാവില്ലേ, ആ ഒരു നിധി കൊണ്ടുപോയത് ആരാന്നുള്ളത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. $2000 അവനത് വിൽക്കും. ആ പൈസ നിങ്ങൾ എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് പോയിട്ട് വാങ്ങിയിട്ട് വരാന്ന് പറയാണ്. അതൊന്നും ഇപ്പൊ നോക്കണ്ട, നിന്നെ കാണാനായിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. വാ നമുക്ക് അവരെ കാണാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കൂട്ടി അയാളിപ്പോ പോവാണ്.
നമ്മുടെ ഹീറോനെ കാണാനായിട്ട് അമേരിക്കൻ ഗവൺമെന്റിന്റെ സീക്രട്ട് ഏജൻസിയിൽ നിന്നും 2 ആളുകൾ ഇപ്പോൾ ഹീറോനെ കാണാനായിട്ട് വന്നേക്കാണ്. ഈ ഒരു കഥ നടക്കുന്ന വർഷം 1936 അവിടെ വന്നിട്ടുള്ള ആ ഒരു സീക്രട്ട് ഏജൻസ് നമ്മുടെ ഡോക്ടർ ജോണിനോട് പറയാണ്, ഞങ്ങളിപ്പോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ പോവാണ്. അത് പുറത്ത് ആരും തന്നെ അറിയാൻ പാടില്ല. നമ്മുടെ മിലിറ്ററിക്കാർക്ക് റേഡിയോ വഴി ചില മെസ്സേജുകൾ കിട്ടിയിട്ടുണ്ട്. അതിലെന്താ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാനിസ് പ്രോജക്ട് അതിപ്പോ നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. റാക്കോലിന്റെ തല കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായിരുന്നു ആ ഒരു മെസ്സേജ്. ഡാനിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യാന ജോൺസിന്റെ എക്സ്പ്രഷൻ ഒന്ന് മാറാണ്. ഇപ്പൊ ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, ഹിറ്റ്ലർ കഴിഞ്ഞ 2 വർഷമായിട്ട് തല കീഴായിട്ട് മറിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനും ഈ ഒരു ഓഡിയോ മെസ്സേജിനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടോ? ഡാനിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നാടിന്റെ പേരാണ്. ആ ഒരു നഗരത്തിലാണ് പല വർഷങ്ങൾക്ക് മുന്നേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു ആർക്കുള്ളത്. ഈ ആർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശുവിന് മുന്നേ ആ ഒരു നാട്ടിലുണ്ടായിരുന്ന ജൂതന്മാര് അവർക്ക് ദൈവം നൽകപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ആയുധമാണ് ഈ ആർക്ക്. ഒരു ഈജിപ്ഷ്യൻ ഫെറാവോ ഈ ഒരു ജൂതന്മാരെ ആക്രമിച്ചിട്ട് അവിടുന്ന് ആ ഒരു ആർക്കും എടുത്ത് പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഈജിപ്തിലുള്ള ടാനിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നഗരത്തില് ആർക്ക് എത്തിപ്പെടുന്നത്. അത് ഈ ഒരു ഫറവോ കൊണ്ടുപോയതിനു ശേഷം ഒരു വലിയ കൊടുങ്കാറ്റ് അടിച്ചിട്ട് ഈജിപ്ത് മുഴുവനായിട്ട് മുങ്ങിപ്പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഓഡിയോ മെസ്സേജില് റേവൺ വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്ന് ചോദിക്കുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ജോൺസിനെ പോലെ തന്നെ ഈ ഒരു ട്രഷറൊക്കെ അന്വേഷിച്ച് നടക്കുന്ന മറ്റൊരു ഡോക്ടറാണ്. അയാൾ ഈ ഒരു നഷ്ടപ്പെട്ടുള്ള ആർക്കിന് വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ചുകൾ ചെയ്തിട്ടുണ്ട്. ജർമ്മൻസ് ഈ ഒരു റേമൺ വുഡിനെയും ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോൺസ് ഇപ്പൊ പറയാണ്, നമ്മൾ ആ ഒരു ആർക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുന്നേ നമ്മളൊരു ദണ്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ദണ്ട് ഡാനിസ് നഗരത്തിന്റെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് വെക്കണം. സൂര്യന്റെ ആദ്യത്തെ കിരണങ്ങൾ അതിലടിക്കുന്ന സമയത്ത് ആർക്ക് എവിടെയാന്നുള്ളത് ആ ഒരു ദണ്ട് കാണിച്ചു തരും. ഇപ്പൊ പോലീസുകാർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു ആർക്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് കാണാനായിട്ട് എങ്ങനെയാണ്? അതിന്റെ ഡ്രോയിങ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോ ഇപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുക്ക് തുറന്ന് കാണിക്കുന്നുണ്ട്. അതിലൊരു 4 ആളുകള് പെട്ടി മാതിരി എന്തോ ഒന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് കാണുന്നില്ലേ? ഇതാണ് ആ ഒരു ആർക്ക്. ഇതിൽ നിന്നും ഒരു പ്രത്യേകതരം റേസ് പുറത്തു വരുന്നില്ലേ? അതാണ് ഈ ഒരു ആർക്കിന്റെ പവർ. ഒരുപാട് ശക്തിയുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ആയുധമാണത്. ഓൾറെഡി ലോകം പിടിച്ചടക്കാനായിട്ട് നടക്കുന്ന ഹിറ്റ്ലറിന്റെ കയ്യിലെങ്ങനെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ അത് കണ്ടുപിടിക്കണം എന്ന് പറയാണ്. ഇപ്പൊ വന്നിട്ടുള്ള ഗവൺമെന്റ് ആളുകള് ഒരുപാട് ക്യാഷ് തരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോൺസിനെ ഈ ഒരു ജോലി ഏൽപ്പിക്കുന്നുണ്ട്. ഹീറോ വർക്ക് ചെയ്യുന്ന ഈ ഒരു കോളേജിൽ വലിയൊരു മ്യൂസിയം ഉണ്ട്. അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിയത്തിൽ കൊണ്ട് സൂക്ഷിച്ചോളാം എന്നുള്ള ഒരൊറ്റ ഡിമാൻഡും വെച്ചിട്ട് അവിടുന്ന് ഒരു പ്ലെയിൻ പിടിച്ചിട്ട് നമ്മുടെ ഹീറോ നേരെ വന്നിറങ്ങിയത് നേപ്പാളിലേക്കാണ്. അവിടെയുള്ള ഒരു ലോക്കൽ ബാർ ഇപ്പൊ കാണിക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവിടെ ഇരുന്നിട്ട് ആരാണ് വെള്ളം അടിച്ചിട്ട് ആദ്യം ഓഫ് ആവുന്നുള്ളൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 പെഗ് വോഡ്ക എടുത്തിട്ട് പടപടാന്ന് അടിച്ചിട്ട് അവളിപ്പോ ആ ഒരു ഗെയിമിൽ ജയിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവളെ കണ്ട സമയത്ത് തന്നെ 10 വർഷം മുന്നേ നീ എന്നെ തേച്ചിട്ട് പോയാലാണെന്ന് പറഞ്ഞിട്ട് അവന്റെ മോന്തക്കുറ്റിക്ക് എന്നെ നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ്. ഹീറോ ഇപ്പോ ഒരു ഉളുപ്പില്ലാണ്ട് ആ ഒരു അടി മൊത്തം വാങ്ങുന്നുണ്ട്. നിന്റെ പ്രൊഫസർ റേവൺ വുഡ് ഒരു ആർക്കിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? പുള്ളി അത് കണ്ടുപിടിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് മാത്രം നീ എനിക്ക് എടുത്തു തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോയിക്കോളാം. പിന്നെ നിനക്ക് ഒരു ശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഹീറോ ഇപ്പൊ കുറച്ച് ക്യാഷ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ മാത്രമേ തികയുള്ളൂ, അതുകൊണ്ട് മാത്രം കാര്യമില്ല മോനെ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ എന്തായാലും ഇത് വെച്ചോ, നീ അത് എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ എത്തിയ ഉടനെ തന്നെ നിനക്ക് ഒരു $2000 കൂടി തരാന്ന് പറയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ പോയിക്കോ, നാളത്തേക്ക് ഞാനത് എടുത്തു വെക്കാന്ന് പറയട്ടെ അവനിപ്പോ അവൾ പറഞ്ഞു വിടുന്നുണ്ട്. നമ്മുടെ ജോൺസ് പോയ ഉടനെ തന്നെ അവള് റൂമിന്റെ ഉള്ളിൽ വന്നിട്ടിരിക്കുകയാണ്. നോക്കുമ്പോ ഇവൻ തേടി വന്നിട്ടുള്ള ആ ഒരു ഒബ്ജക്ട് അത് ഇവള് കഴുത്തിൽ ഒരു ലോക്കറ്റ് പോലെ തൂക്കിയിട്ടുണ്ടായിരുന്നോ. ഇതിന് ഇത്രയും വിലയുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല. സാരല്ല, എന്തായാലും എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അത് അഴിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ശില്പത്തിന് മേലെ വെച്ചിട്ട് അവളിപ്പോ വീണ്ടും ഡ്രിങ്ക് ചെയ്യാൻ പോവാണ്. ഇതിനിടയിൽ ഒരു ഗ്യാങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഗ്യാങ്ങിന്റെ ചീഫ് അത് എന്റെ കയ്യിലേക്ക് തരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത് എനിക്ക് തരാനായിട്ട് പറയാണ്. ഇപ്പൊ അവളും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്ത് കാര്യം തെരഞ്ഞിട്ടാണോ ജോൺസ് നേരത്തെ ഇവിടെ വന്നിട്ടുള്ളത് ആ ഒരു കാര്യം തന്നെയാണ് എനിക്കും വേണ്ടത്. ഇത്രയും നാളും അതെന്റെ കഴുത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആർക്കും ഇത് വേണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഇത് തെരഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ടല്ലോ, അതൊന്നും എന്റെ കയ്യിലില്ലാന്ന് അവളിപ്പോ പറയാണ്. ഇവള് നുണ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ ഒരു കത്തി എടുത്തിട്ട് അത് നന്നായിട്ട് പഴുപ്പിക്കുന്നുണ്ട്. അത് കാണിച്ചിട്ട് അവള് ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ പുറകിൽ നിന്നും ഒരു ചാട്ട വന്നിട്ട് ആ ഒരു കത്തി തൂക്കി എറിയുന്നുണ്ട്. ആരാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജോൺ തന്നെയായിരുന്നു. അവനെ കണ്ട സമയത്ത് തന്നെ എല്ലാവരും ഗണ്ണുമായിട്ട് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് അവന്റെ പുറകെ തന്നെ പോവാണ്. ജോൺസിനും ഈ ഒരു ആൾക്കാരും തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ആ ഒരു ബാറിന് മൊത്തത്തിൽ തീ പിടിക്കുകയാണ്. എന്നാൽ ഇതിന്റെ ഇടയിലും ഓട്ടം വേണ്ടിയുള്ള ഒരു ബാരലിൽ നിന്ന് നമ്മുടെ ഹീറോയിൻ ഇപ്പോഴും പേരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫൈറ്റിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മേശക്കടിയിലേക്ക് ഈ ഒരു ചീഫ് പോയി ഒളിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇവർ തെരഞ്ഞു വന്നിട്ടുള്ള ആ ഒരു ലോക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു. അയാളിപ്പോ വേഗം അത് എടുക്കുകയാണ്. എന്നാൽ അതിൽ തൊട്ട സമയത്ത് തന്നെ അയാളുടെ കൈ നല്ല രീതിയിൽ പൊള്ളുന്നുണ്ട്. അയാളിപ്പോ അതും അവിടെ ഇട്ടിട്ട് ഓടുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ ഒരു തുണി വെച്ചിട്ട് ആ ഒരു സാധനം എടുക്കുകയാണ്. എന്നിട്ട് ജോൺസിനെ കൂട്ടിയിട്ട് ആ ഒരു ഹോട്ടൽ വിട്ട് പുറത്തേക്ക് ഓടുകയാണ്. ജോൺസ് കൊടുത്തിട്ടുള്ള ആ ഒരു $2000 ഈ ഒരു തീപിടുത്തത്തിന്റെ ഇടയിൽ കത്തിപ്പോയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ ഇപ്പൊ പറയാണ്, നീ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു $5000 അതെനിക്ക് കിട്ടുന്നവരെ ഞാൻ നിന്റെ കൂടെ പാർട്ണർ ആയിട്ടുണ്ടാവും. ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഈജിപ്തിലുള്ള കൈറോ നഗരത്തിലേക്ക് പോവാണ്. അവിടെ ഇവരൊരാളെ പോയി മീറ്റ് ചെയ്യുന്നുണ്ട്. അവൻ ആരാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ഗവേഷണങ്ങളും നടക്കുകയാണെന്നുണ്ടെങ്കിലും അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണിത്. ഇയാൾ വലിയൊരു കോൺട്രാക്ടറാണ്. അത് മാത്രമല്ല നമ്മുടെ ജോൺസിന്റെ ഫ്രണ്ടും ആയിരുന്നു. ഇവിടെ ഗവേഷണം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ള ജർമ്മൻകാരും ഇവരെയാണ് കോൺട്രാക്ടറായിട്ട് എടുത്തിട്ടുള്ളത്. അവരവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇവർ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവൻ ഇപ്പോ ഇന്ത്യാന ജോൺസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
പോകുന്നുണ്ട്. അവിടെ ഒരു ചെറിയ കുട്ടി കുരങ്ങനുണ്ടായിരുന്നു. അതിന് അവൾ ഒരുപാട് ഇഷ്ടമാണ്. നേരെ അവളുടെ ഷോൾഡറിൽ തന്നെ കയറിയിരിക്കുന്നുണ്ട്. ജർമ്മൻകാരെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും തലയ്ക്കകത്ത് നിറച്ചും കളിമണ്ണാണ്. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്. അവൻ കുറച്ച് ഡേഞ്ചറസ് ആണ്. അവനെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവന്റെ പേരെന്താണെന്ന് ചോദിച്ച സമയത്ത് എന്തോ ബെൻലോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നത് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗോൾഡൻ ശില്പം എടുത്തിട്ട് പോയിട്ടില്ലേ, ബെൻലോക്ക്, അവനായിരുന്നു അത്. കോൺട്രാക്ടർ ഇപ്പൊ പറയാണ് ജർമ്മൻകാര് അവരുടെ ഗവേഷണം ഒരുപാട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ ഒരു ഗോസ്റ്റ് ഓയിൽ അവർ പെട്ടെന്ന് കണ്ടുപിടിക്കും. നിങ്ങൾ അതാലോചിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. ഈ ഒരു ഒബ്ജക്റ്റ് ഇല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അവൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ലോക്കറ്റ് എടുത്ത് കാണിക്കുകയാണ്. അതിന്റെ മുകളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്താന്നുള്ളത് നിനക്ക് വായിച്ചിട്ട് പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് എന്താന്നുള്ളത് എനിക്കും മനസ്സിലാവുന്നില്ല. എന്റെ കയ്യിൽ ഈ ഒരു ലാംഗ്വേജ് ഒക്കെ വായിക്കുന്ന ഒരാളുണ്ട്. നമുക്ക് അവനെ പോയിട്ട് മീറ്റ് ചെയ്യാം. അവന് തീർച്ചയായിട്ടും ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാണ്. ഇപ്പൊ ജോൺസും നമ്മുടെ ഹീറോയിനും കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റ് കാണാനായിട്ട് പോവാണ്. എന്നാൽ മാർക്കറ്റിലെത്തി അതേ സമയത്ത് തന്നെ ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുരങ്ങ് അതിപ്പോ പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് എങ്ങോട്ടേക്ക് ഓടി പോവാണ്. ഇതിപ്പോ എന്താ ഇങ്ങനെ ചെയ്തെന്ന് ആലോചിച്ചിട്ട് അവരിപ്പോ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഈ കുരങ്ങ് നേരെ പോയത് തെരുവിന്റെ ഒരു മൂലയ്ക്കായിട്ടിരിക്കുന്ന ഒരാളുടെ അടുത്തേക്കായിരുന്നു. ഇവൻ ജർമ്മൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്പൈ ആണ്. അവനിപ്പോ ജർമ്മൻസിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതേപോലെ ഇന്ത്യാന ജോൺസും അവന്റെ പാർട്ണറും ഈ ഒരു മാർക്കറ്റിൽ കൂടെ ചുറ്റി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിക്കുകയാണ്. വിവരം അറിഞ്ഞ ഉടനെ തന്നെ കുറെ ആളുകളെ ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് അയക്കുന്നുണ്ട്. കയ്യില് അരിവാളൊക്കെ ആയിട്ട് ഇപ്പൊ അവരുടെ മുന്നിലേക്ക് ഇവർ ചാടി വീഴാണ്. ഇപ്പൊ നല്ല രീതിയിൽ തന്നെ അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ ചാട്ടവാറ് പുറത്തെടുത്തിട്ട് എല്ലാത്തിനെയും അടിച്ചു തൂക്കുന്നുണ്ട്. ഈ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ ഹീറോയിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുതിരവണ്ടിയിലേക്ക് എടുത്ത് കയറ്റാണ്. എന്നാൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു കുതിരവണ്ടി മെല്ലെ മുന്നോട്ടേക്ക് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവളിങ്ങനെ പോകുന്ന കണ്ടിട്ടുള്ള ഒരാള് ആ ഒരു കുതിരവണ്ടിന്റെ ബാക്ക് തന്നെ ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ വണ്ടിയിലുണ്ടായിരുന്ന ഒരു ദോശക്കല്ല് എടുത്തിട്ട് അവനെ അടിച്ചു കൂട്ടുകയാണ്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് അവൾ കയറി പോകുന്നുണ്ട്. അതിലെ രക്ഷപ്പെട്ടു പോകുന്ന വിചാരിച്ചിട്ട് ആ ഒരു ഭാഗത്ത് കൂടി ഓടുകയാണ്. എന്നാൽ ജർമ്മൻ ആൾക്കാർ ഇപ്പോഴും അവളുടെ പുറകെ തന്നെയുണ്ട്. ഹീറോയിനെ വിളിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കൂടേന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു കുട്ടി കുരങ്ങാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇവൾ ആ ഒരു കൂടേന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ആ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ജോൺസ് ഇപ്പോ അവനെ തല്ലാനായിട്ട് വന്നിട്ടുള്ള ആൾക്കാരുടെ കാര്യത്തിലും ഒരു തീരുമാനമാക്കിയിട്ട് ഇപ്പൊ അവിടുന്ന് പോവാണ്. ഹീറോയിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗം മുഴുവൻ തിരയുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജർമ്മൻ ആളുകൾ അവളെ ആ ഒരു പെട്ടിയോടെ തന്നെ തൂക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഹീറോ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരുപാട് പെട്ടികളും തൂക്കിയിട്ട് ഇതുപോലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. എന്നാൽ ഏത് പെട്ടിക്കുള്ളിലാണ് അവൾ ഇരിക്കുന്നത് എന്നുള്ളത് മാത്രം അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വളരെ ശ്രദ്ധിച്ചു നോക്കുന്ന സമയത്ത് ഒരു പെട്ടിന്റെ ഉള്ളിൽ നിന്ന് മാത്രം ഇപ്പൊ ശബ്ദം വരുന്നുണ്ട്. ആ പെട്ടി നേരെ ഒരു ട്രക്കിന്റെ ഉള്ളിലേക്കാണ് അവർ കൊണ്ടുവന്ന് കയറ്റിയിട്ടുള്ളത്. ഇപ്പൊ ഹീറോ പെട്ടെന്ന് ഗണ്ണുമായിട്ട് അവിടേക്ക് ഓടി വരുന്നുണ്ട്. ട്രക്ക് ഓടിക്കുന്ന ആളുടെ തലയിലേക്ക് തന്നെ അവൻ ഷൂട്ട് ചെയ്യാണ്. ട്രക്ക് ഇപ്പൊ എവിടെയോ പോയിട്ട് ഇടിച്ചിട്ട് ഒരു ബ്ലാസ്റ്റ് നടക്കുകയാണ്. ഇവൻ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം കൊണ്ട് അവൾ മരിച്ചു പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് അവനിപ്പോ ഒരു ബാറിൽ വന്നിരുന്ന് വെള്ളടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ജർമ്മന്റെ ആൾക്കാർ അങ്ങോട്ടേക്ക് വീണ്ടും വരുന്നുണ്ട്. എന്നിട്ട് അവനെ തൂക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോവാണ്. ഇവനെ കൊണ്ടുപോയിട്ടുള്ള ആ ഒരു ഭാഗത്ത് ആരാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബെൻലോക്ക് ഇല്ലേ, അവനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബെൻലോക്ക് ഇപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് പറയാണ്, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ആർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്ട് അത് നീ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ദൈവത്തിന്റെ അടുത്ത് വരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണത്. അതുകൊണ്ട് തന്നെ നീയും ഞങ്ങളുടെ കൂടെ കൂടാൻ പറയാണ്. എന്നാൽ ബെൻലോക്ക് ഹിറ്റ്ലറിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ നിനക്ക് ദൈവത്തിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തന്നെ നിന്നെ അങ്ങോട്ടേക്ക് അയക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പൊ ഗണ്ണ് എടുക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ചുറ്റുണ്ടായിരുന്ന എല്ലാവരും അവരുടെ ഗണ്ണ് പുറത്തെടുക്കുകയാണ്. എന്നാൽ കറക്റ്റ് ആയിട്ട് ഇതേ സമയത്ത് തന്നെ കുറെ ചെറിയ പിള്ളേർ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ്. എല്ലാവരും അവന്റെ ഫാൻസ് ആണെന്നാണ് തോന്നുന്നത്. ഹീറോ ഇപ്പോ ഒരു വിധത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവനൊരു വണ്ടി കയറി പോവാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഒറ്റക്കണ്ണനല്ലേ നമ്മുടെ കുരങ്ങന്റെ മാസ്റ്റർ, അയാളിപ്പോ ഇവരുടെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട്. ഇവര് പോയിട്ടുള്ള ആ ഒരു സത്രത്തില് ഒരു ചെറിയ കുട്ടി വന്നിട്ട് ഇവർക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവിടെ അടുക്കി വെക്കുന്നുണ്ട്. അവൻ പോയ ഉടനെ തന്നെ ഈ ഒരു ഒറ്റക്കണ്ണൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ആ ഒരു ഭക്ഷണത്തിലൊക്കെ ഇയാള് വിഷം ചേർക്കുന്നുണ്ട്. കോൺട്രാക്ടർ ഇപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ലോക്കറ്റില്ലേ, ജർമ്മൻസ് എങ്ങനെയോ ഇതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് അവർ ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ലോക്കറ്റിന്റെ ഒരു ഫോട്ടോ പോലും നിലവിലില്ല. പിന്നെ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു കോപ്പി അവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടാവുക? അങ്ങനെ ആലോചിച്ചിട്ട് അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവിടേക്ക് ഒരു വയസ്സായിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. അയാൾക്ക് ഈ ഒരു ലാംഗ്വേജ് ഒക്കെ നന്നായിട്ട് അറിയാന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഈ ഒരു ലോക്കറ്റിന്റെ മുകളിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ഈ ഒരു സ്ഥലത്ത് നിന്നും 72 അടി ദൂരത്തില് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ബാക്ക് സൈഡിൽ 10 അടി ബാക്കോട്ടേക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അന്ന് ആ ഒരു ബാറിൽ വെച്ചിട്ട് ചീഫിന്റെ കയ്യിൽ ഇതുകൊണ്ടൊരു പൊള്ളൽ ഉണ്ടായിട്ടില്ലേ, ആ ഒരു പാട് നോക്കിയിട്ടാണ് ഇത് ഡീകോഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ഹാപ്പി ആവാണ്. കാരണം ഇവർ റോങ് ആയിട്ടുള്ള സ്ഥലത്താണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കഴിക്കാനായിട്ട് ടേബിളിൽ കുറച്ച് ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്നും ഒരു ഈത്തപ്പഴം എടുത്തിട്ട് അവൻ കഴിക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടിട്ടുള്ള കോൺട്രാക്ടർ അവനെ തടയുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഇത് കഴിച്ചിട്ടുള്ള കുരങ്ങൻ അവിടെ മരിച്ചു കിടക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ജോണും കോൺട്രാക്ടറും കൂടിയിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഒരു വേഷമൊക്കെ കെട്ടിയിട്ട് ഇവർ കുഴിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്. ഈ ലോക്കറ്റ് വെക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് ആരും കാണാതെ അവനെ ഇറങ്ങി പോകുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന വലിയൊരു കമ്പിലേക്ക് ഈ ഒരു ലോക്കറ്റ് കണക്ട് ചെയ്യാണ്. അതിനുശേഷം അത് അവിടെ കുത്തി വെക്കുന്നുണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന ലൈറ്റ് ഈ ഒരു ലോക്കറ്റിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ആ ലൊക്കേഷൻ എവിടെയാന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം തന്നെ നമ്മുടെ ഹീറോ ഇപ്പൊ നോട്ട് ചെയ്തെടുത്തിട്ട് മെല്ലെ പുറത്തു വരുന്നുണ്ട്.
നോക്കുമ്പോൾ ഒരു ടെന്റിനുണ്ടെന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കാണ്. അവനിപ്പോ മെല്ലെ അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്നുണ്ട്. ഹീറോയിനെ അതിന്റെ ഉള്ളിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവള് മരിച്ചില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോ അവന് ഒരുപാട് സന്തോഷമാണ്. അവനിപ്പോ ഓടിപ്പോയിട്ട് അവളുടെ കെട്ടഴിച്ചു വിടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴാണ് അവനൊരു കാര്യം ആലോചിക്കുന്നത്. ഇവൾ ഇവിടുന്ന് കാണാതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ ഈ ഒരു ഭാഗം മുഴുവൻ തെരയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തെരഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റോങ് ആയിട്ടുള്ള സ്ഥലത്താണ് കുഴിക്കുന്നത് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ഹീറോയിനെ വീണ്ടും അവിടെ തന്നെ കെട്ടിയിടാണ്. നീ പേടിക്കണ്ട, നിന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ വീണ്ടും വരുന്നു പറഞ്ഞിട്ട് അവനിപ്പോ അവിടുന്ന് പോവാണ്. ഹീറോയും കോൺട്രാക്ടറും കൂട്ടിയിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ആളുകൾ ഹയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രാത്രി തന്നെ ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് കുഴിക്കുകയാണ്. അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു പ്രത്യേകതരം സൗണ്ട് കേൾക്കാണ്. ഹീറോ ഇപ്പോ എല്ലാവരോടും നിർത്താൻ പറയാണ്. മണ്ണ് മാറ്റി നോക്കുന്ന സമയത്ത് അവിടെ ഗോസ്റ്റ് വെല്ലെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് നമ്മൾ അന്വേഷിച്ചു വന്നിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോർ തുറന്ന് നോക്കുന്നുണ്ട്. ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഡ്രാഗണിനെ പോലെ തന്നെ ഒരു ശില്പം കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട സമയത്ത് തന്നെ കൂട്ടത്തിലൊന്നുണ്ടായിരുന്ന ഒരുത്തിന്റെ ബോധം പോവാണ്. താഴത്തേക്ക് നോക്കുന്ന സമയത്ത് വലിയൊരു അറയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കയ്യിലുണ്ടായിരുന്ന പന്തം ഇപ്പൊ താഴേക്കൊന്ന് ഇട്ട് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഒരുപാട് പാമ്പുകൾ അവിടെ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്തേക്ക് ബെൻലോക്ക് വരുന്നുണ്ട്. ഇപ്പോ അവളുടെ കെട്ടൊക്കെ അഴിച്ചു വിട്ടിട്ട് അവൾക്ക് ഇടാനായിട്ട് പുതിയ ഡ്രസ്സും ചെരുപ്പും ഒക്കെ കൊടുക്കുകയാണ്. അവളുടെ മേലെ ബെൻലോക്കിന് ഒരു കണ്ണുണ്ട്. ഈ ഒരു കാര്യവും അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നൈസായിട്ട് അവിടുന്ന് ഒരു കത്തി അവൾ പഠിച്ചു മാറ്റാണ്. ഇതേ സമയത്ത് തന്നെ ഹീറോ ഒരു കയറൊക്കെ കെട്ടിയിട്ട് ആ ഒരു അറയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള പാമ്പുകളുടെ മേത്തേക്കെല്ലാം ഇപ്പോ പെട്രോൾ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം അതിന് തീ കൊടുത്തിട്ട് അവന്റെ ഫ്രണ്ടിനോട് താഴേക്ക് ഇറങ്ങി വരാൻ പറയാണ്. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു വലിയ പെട്ടി കാണുന്നുണ്ട്. മുകളിലുള്ള മൂടി തുറന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർ തേടി വന്നിട്ടില്ല ആ ഒരു ആർക്ക് അതിന്റെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ ഹീറോയിൻ അവന് നല്ല രീതിയിൽ കുടിക്കാനായിട്ട് മദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അവനെ പൂസാക്കിയതിനു ശേഷം കത്തി കാണിച്ച് പേടിപ്പിച്ച് അവിടുന്ന് ഓടാന്നായിരുന്നു അവളുടെ പ്ലാൻ. അപ്പോ അവിടേക്ക് വന്നിട്ടുള്ള ജർമ്മൻകാരൻ വീണ്ടും നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ട് കെട്ടിയിടാണ്. ആർക്ക് പുറത്തെടുത്തിട്ടുള്ള നമ്മുടെ ഹീറോ അതൊരു മരപ്പെട്ടിന്റെ ഉള്ളിലേക്ക് ഇറക്കിയതിനു ശേഷം കയറിൽ കെട്ടിയിട്ട് മേലേക്ക് കൊണ്ടുപോവാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തപ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബെൻലോഗും അവന്റെ ടീമും കൂടിയിട്ട് ഇവരുടെ ജോലി എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നുണ്ട്. അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ദൂരെ വേറെ ഏതോ ഒരു ടീം ഒരു കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട സമയത്ത് തന്നെ അവരുടെ ടീമിനെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ടീംസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആർക്ക് മേലേക്ക് കയറ്റിയതിനു ശേഷം ഇവരും അവിടുന്ന് കയറി പോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഫസ്റ്റ് നമ്മുടെ കോൺട്രാക്ടറാണ് മേലേക്ക് കയറുന്നത്. അവൻ പോയ ഉടനെ തന്നെ ആ ഒരു കയറ് പെട്ടെന്ന് താഴേക്ക് വീഴാണ്. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ ഉറക്കെ മേലേക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ബെൻലോക്കിനായിരുന്നു അവൻ കണ്ടത്. എന്താ ജോൺസേ, നിനക്ക് സുഖം തന്നെയല്ലേ? നിനക്ക് പറ്റിയൊരു അറിയാനുള്ളത് മരിക്കുന്നവരെ നീ അവിടെ കിടന്നോ? നീ അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത് നിനക്ക് ബോറടിക്കില്ലേ? നിനക്ക് കൂട്ടായിട്ട് ഞങ്ങൾ ഒരാളെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ജർമ്മൻകാര് നമ്മുടെ ഹീറോയിനെ താഴേക്ക് തള്ളിവിടാണ്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ ബെൻലോക്കിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഹിറ്റ്ലറിന് വേണ്ടത് ഈ ഒരു ആർക്കല്ലേ? അത് ഞാൻ കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. പകരമായിട്ട് എനിക്കിപ്പോ അവളെ വേണമെന്ന് പറയാണ്. എന്നാൽ ജർമ്മൻകാര് ഇതൊന്നും കേൾക്കുന്ന മട്ടുണ്ടായിരുന്നില്ല. അധികം വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയും പിടിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ തള്ളുന്ന് പറയാണ്. ഇപ്പൊ ജർമ്മൻകാരെല്ലാരും കൂടിയിട്ട് ആ ഒരു അറയും മൂടി അവിടുന്ന് പോവുകയാണ്. ഈ ഒരു അറയ്ക്കുള്ളിൽ ഒരുപാട് പാമ്പുകൾ ഉണ്ടായിരുന്നില്ലേ, അതുങ്ങളിപ്പോ ഇവരെ ആക്രമിക്കാനായിട്ട് വരാണ്. കയ്യിലുണ്ടായിരുന്ന പന്തം വെച്ചിട്ട് ജോൺസ് ഇപ്പോ അതുങ്ങളെല്ലാം പേടിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ചുമരിന്റെ ഉള്ളിലുള്ള ഓട്ട വഴിയാണ് ഈ ഒരു പാമ്പുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു റൂം ഉണ്ടാവും. അവനിപ്പോ നേരെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന വലിയൊരു ശില്പത്തിന്റെ മേലേക്ക് കയറാണ്. എന്നിട്ട് അത് ആട്ടിയിട്ട് ആ ഒരു ചുമരിന്റെ മുകളിലേക്ക് തട്ടിക്കുന്നുണ്ട്. ഇത് പോയി വീണ സമയത്ത് തന്നെ ചുമര് മുഴുവനായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാണ്. അതിലൊരു പാത തെളിഞ്ഞു വന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടിയിട്ട് ഇപ്പോ ആ വഴി ഓടുകയാണ്. എന്നാൽ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മുഴുവനും മരിച്ചു പോയിട്ടുള്ള ആളുകളുടെ അസ്ഥികൂടങ്ങൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഗോസ്റ്റ് വെല്ലെന്ന് ഈ ഒരു കിടങ്ങിന് വെറുതെയല്ല പേര് വെച്ചിട്ടുള്ളത്. ഈ ഒരു സ്കെൽട്ടൻ എല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ വന്നിട്ട് പറയാണ്, ഇവരെല്ലാം മരിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്, നീ ഇപ്പൊ ഒച്ചയുണ്ടാക്കാതെ വാന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് പോവാണ്. അങ്ങനെ ഒരു വിധത്തില് അവർ പുറത്ത് കിടക്കാനായിട്ടുള്ള വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ജർമ്മൻകാര് ഈ ഒരു ആർക്കനെ ഒരു ഫ്ലൈറ്റിൽ കയറ്റിയിട്ട് അവിടുന്ന് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. ഈ ഒരു ഫ്ലൈറ്റ് ഇവിടുന്ന് ടേക്ക് ഓഫ് ആവുന്നതിന് മുന്നേ ആരും അറിയാതെ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി പറ്റണം. ഞാനിപ്പോ അവിടെ പോയിട്ട് കാവൽ നിൽക്കുന്ന ആളുകളെല്ലാം അടിച്ചിട്ട് അവരുടെ ആളുകളെ പോലെ വേഷം കെട്ടിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ പോവാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഫ്ലൈറ്റിന്റെ പൈലറ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനിപ്പോ നമ്മുടെ ഹീറോ ആയിട്ട് ഫൈറ്റ് ചെയ്യണം. ഈ ഒരു പൈലറ്റ് നല്ലൊരു ഫൈറ്റർ തന്നെയായിരുന്നു. ഒരു തരത്തിലും അവനിപ്പോ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഫ്ലൈറ്റിന്റെ മുകളിലുണ്ടായിരുന്ന മറ്റൊരു പൈലറ്റും ഇവര് നേരെ ഷൂട്ട് ചെയ്യാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഹീറോയിൻ ഇപ്പോ പുറകു വഴി വരുന്നുണ്ട്. എന്നിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നവന്റെ തലയ്ക്ക് അടിച്ചിട്ട് അവനെ നോക്കൌട്ട് ചെയ്യാണ്. ഫ്ലൈറ്റ് ഇപ്പൊ സ്റ്റാർട്ടായിട്ട് അതേ സ്ഥലത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരുന്ന ഫ്ലൈറ്റ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ടാങ്കൽ ലോറിയുടെ പൈപ്പ് പൊട്ടിക്കുകയാണ്. അതിൽ നിന്നും ഇപ്പൊ ഒരുപാട് ഇന്ധനം താഴേക്ക് ഒഴുകുന്നുണ്ട്. ആ ഒരു സ്ഥലം മുഴുവനും ഇപ്പോ പെട്രോൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അവിടേക്ക് കുറച്ച് ജർമ്മൻ ആളുകൾ വരുന്നുണ്ട്. വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാരും തന്നെ നമ്മുടെ ഹീറോയിൻ ഫ്ലൈറ്റിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിടാണ്. ഇങ്ങനെ ഇവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒന്ന് ബ്ലാസ്റ്റ് ആവുന്നുണ്ട്. ദൂരെ നിൽക്കുന്നുണ്ടായിരുന്ന ബെൻലോക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളും
ആളുകളും ആ ഒരു ബ്ലാസ്റ്റ് കണ്ടിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഹീറോ പൈലറ്റുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോ പൈലറ്റിനെ തള്ളിവിട്ടിട്ട് ആ ഒരു ഫ്ലൈറ്റിന്റെ മുകളിലേക്ക് വന്ന് കയറാണ്. പൈലറ്റ് നേരെ പോയി തട്ടിയത് കറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലൈറ്റിന്റെ പങ്കയുടെ മുകളിലേക്കായിരുന്നു. അയാൾ ഇപ്പൊ പല കഷ്ണങ്ങളായിട്ട് ചിതറി തെറിക്കുകയാണ്. ഹീറോ ഇപ്പോ ഹീറോയിനെ രക്ഷിച്ചിട്ട് അവിടുന്ന് ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു ഫ്ലൈറ്റ് മുഴുവനായിട്ട് ക്രാഷ് ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു ജർമ്മൻ ടീം അവിടേക്ക് വന്നിട്ട് നോക്കുകയാണ്. എന്നാൽ ആ ഒരു ഭാഗത്തൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ബെൻലോക്കിന് ഇത് ജോൺസ് ആണ് ചെയ്തതെന്നുള്ളത് തീർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആർക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കടത്തണം എന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവരൊരു വാനിലേക്ക് ഈ ആർക്കും കയറ്റിയിട്ട് ഇവിടുന്ന് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവരെ പോയിട്ട് തടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൈവിട്ടു പോകും. ഹീറോ ഇപ്പൊ പറയാണ്, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നീ സെറ്റ് ചെയ്ത് വെക്ക്. അപ്പത്തേക്കും ഞാൻ പോയിട്ട് എങ്ങനെയെങ്കിലും ആർക്കുമായിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഒരു കുതിരയായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. കുറെ ദൂരം പോയിട്ട് അവസാനം ഈ ഒരു വാനിന്റെ ഒപ്പം തന്നെ അവൻ എത്തിയിട്ടുണ്ട്. കുതിരയുടെ മുകളിൽ ഇരുന്നിട്ട് ഗാർഡ്സിനെ എല്ലാം തന്നെ അവൻ ആക്രമിച്ച് നിലത്തിരുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു വാനിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പൊ ഒരു വിധത്തിൽ അവൻ ആ ഒരു ട്രക്കിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഡ്രൈവറിനെ അടിച്ച് പുറത്തിട്ടിട്ട് അവനിപ്പോ ആ ഒരു ട്രക്കിന്റെ കൺട്രോൾ മുഴുവനായിട്ട് ഇട്ടെടുക്കുകയാണ്. ഇപ്പൊ വാനുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററിക്കാരെ എല്ലാം അടിച്ച് തെറിപ്പിച്ചിട്ട് അവൻ മുന്നോട്ടേക്ക് തന്നെ പോവാണ്. ഇതിനിടയിൽ ഇവന്റെ തൊട്ട് ബാക്കിലായിട്ട് വീണ്ടും മിലിറ്ററിക്കാർ വരുന്നുണ്ട്. അവർ ഒരു വിധത്തിൽ ഈ ഒരു ട്രക്കിന്റെ മുകളിലേക്ക് പിടിച്ചു കയറാണ്. ഇങ്ങനെ ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ നമ്മുടെ ജോൺസന് ഷോൾഡറിന്റെ മുകളിൽ തന്നെ ഒരു വെടി കൊണ്ടിട്ടുണ്ട്. കയ്യിൽ ബുള്ളറ്റ് കയറിയ സമയത്ത് തന്നെ അവന് നല്ല രീതിയിൽ പ്രാന്തളകാണ്. ഇപ്പൊ വന്നിട്ടായിരുന്ന എല്ലാ മിലിറ്ററിക്കാരെയും അടിച്ച് തെറിപ്പിച്ചിട്ട് അവനിപ്പോ വണ്ടിയായിട്ട് വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് ഒരു മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റാണ്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ ആളുകളെല്ലാം ഓടി മാറുന്നുണ്ട്. അവനിപ്പോ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്കാണ് ഈ ഒരു വണ്ടി ഓടിച്ച് കയറ്റിയിട്ടുള്ളത്. ഇവരുടെ തൊട്ടുപുറകില് കാറിൽ ആ ഒരു മിലിറ്ററിക്കാർ വരുന്നുണ്ടായിരുന്നു. ഇവിടെ എത്തിയതിനു ശേഷം അവർ എങ്ങോട്ടേക്കാ പോയതെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. അന്ന് രാത്രി ഇവർക്ക് പോകാനായിട്ട് നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ട് ഇവർക്കായി ഒരു കപ്പൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ അതിന്റെ ക്യാപ്റ്റനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവന്റെ പേര് സാം എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങളെ സേഫ് ആയിട്ട് ഇയാള് എത്തേണ്ടടുത്ത് എത്തിക്കും. ജോൺസ് ഇപ്പോ അവന്റെ ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചിട്ട് ചെയ്തു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും താങ്ക്സ് പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പോവാണ്. ഹീറോയിൻ ഇപ്പോ അവന്റെ ഷോൾഡറിൽ പറ്റിയിട്ടുള്ള ആ ഒരു ബുള്ളറ്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അന്ന് രാത്രി ഇവരുടെ കപ്പലിന്റെ ബേസ്മെന്റിൽ വെച്ചിട്ടുള്ള ആ ഒരു ആർക്ക് തന്നെ തീ പിടിച്ചിട്ട് കത്തുകയാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോ എണീറ്റ് നോക്കുന്ന സമയത്ത് കപ്പല് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. ഇതെന്താണ് ഇവിടെ നിർത്തിയിട്ടേക്കെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവനിപ്പോ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ബെൻലോക്ക് ഈ ഒരു കപ്പലിനെ വളഞ്ഞിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ക്യാപ്റ്റൻ സാം അവരെ വിളിക്കുകയാണ്. നീ നിന്റെ ഗേൾ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കെ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ഓടിപ്പിടിച്ചിട്ട് ഹീറോയിനുള്ള റൂമിലേക്ക് എത്താണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ജർമ്മൻകാര് അവളെയും തൂക്കിയെടുത്തിട്ട് അവിടുന്ന് പോയിട്ടുണ്ട്. ഇത് കണ്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ ജർമ്മൻകാര് ആ ഒരു ആർക്കും അവിടുന്ന് തൂക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാരും കൂടിയിട്ട് കപ്പൽ മുഴുവനും തെരഞ്ഞു നോക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജോൺസിനെ മാത്രം അവർക്ക് കിട്ടിയിട്ടില്ല. ഇതേ സമയത്ത് ക്യാപ്റ്റൻ സാം വന്നിട്ട് പറയാണ്, അവന് ഞാൻ കൊന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കപ്പലിൽ നിന്ന് ആർക്കോ എന്ത് വേണമെങ്കിലും എടുത്തിട്ട് പോയിക്കോ, എന്നാൽ ഇവളെ മാത്രം ഞാൻ വിട്ടു തരില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ബെൻലോക്ക് ആണെന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവളെയും കൂട്ടിയിട്ട് അവർ ആ ഒരു മുങ്ങിക്കപ്പലിലേക്ക് കയറാണ്. കപ്പലിലുണ്ടായിരുന്ന സാമിനും കൂട്ടർക്കും ജോൺസ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഇവൻ എവിടേക്കാണ് പോയതെന്ന് ആലോചിച്ചിട്ട് അവരിപ്പോ തിരിഞ്ഞു നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ കടലിൽ നീന്തിയിട്ട് ആ ഒരു കപ്പലിന്റെ ഉള്ളിലേക്കാണ് ചെന്ന് കയറിയത്. ഇത് കണ്ട സമയത്ത് സാം ഹാപ്പി ആവാണ്. അവനൊരു സല്യൂട്ടും കൊടുത്തിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട്. ജോൺസ് ഇപ്പോ ഈ ഒരു മുങ്ങിക്കപ്പലിനുള്ളിൽ കയറിയിട്ട് അവരുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്ത് പോവാണ്. കപ്പൽ നേരെ പോയത് ജർമ്മനിയുടെ അടുത്തുള്ള ഇവരുടെ കൺട്രോളിലുള്ള ഒരു രഹസ്യ ദ്വീപിലേക്കായിരുന്നു. ഇപ്പൊ ആ ഒരു മിലിറ്ററി ഓഫീസർ വന്നിട്ട് പറയാണ്, ഈ ഒരു ആർക്ക് ഒറിജിനൽ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തുറക്കുന്നതിന് മുന്നേ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചടങ്ങ് ചെയ്യാനുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് ഇത് ഹിറ്റ്ലറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ പറയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ടോണ്ടിരുന്ന നമ്മുടെ ഹീറോ അവിടെ ഉണ്ടായിരുന്ന ഒരു ജർമ്മൻകാരനെ അടിച്ചിട്ട് അവന്റെ യൂണിഫോമായിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഒരു മലയുടെ നടുവിൽ നിന്നും ഈ ഒരു ചടങ്ങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് ഈ ഒരു ആർക്കുമായിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഇതിനിടയിൽ മലയുടെ മുകളിൽ റോക്കറ്റ് ലോഞ്ചറൊക്കെ ആയിട്ട് നമ്മുടെ ഹീറോ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ പോകുന്നുണ്ടായിരുന്ന ആൾക്കാരെ എല്ലാരും വിളിച്ചിട്ട് പറയാണ്, മര്യാദയ്ക്ക് അവർ ആർക്ക് അവിടെ വെച്ചിട്ട് പോയിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും ഞാൻ തീർത്ത് കളയുന്ന പറയാണ്. പെട്ടെന്ന് തന്നെ ബെൻലോക്ക് ഹീറോയിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നീ ഞങ്ങൾ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടെ ചേർന്നിട്ട് ഇവളും മരിച്ചു പോകും. അതുകൊണ്ട് മര്യാദയ്ക്ക് ആ ഒരു ഗണ്ണ് താഴെ വെച്ചതിന് ശേഷം താഴേക്ക് ഇറങ്ങി വന്ന് പറയാണ്. ഇപ്പൊ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ജർമ്മൻകാരെല്ലാരും കൂടി ചേർന്നിട്ട് രണ്ടുപേരും കെട്ടിയിടുകയാണ്. അന്ന് രാത്രി ആ ഒരു ചടങ്ങൊക്കെ ചെയ്യാനായിട്ടുള്ള സെറ്റപ്പ് എല്ലാം ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ബെൻലോക്ക് എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് മുന്നിൽ ആ ഒരു ആർക്ക് വെച്ചതിന് ശേഷം ഇവര് ഹീബ്രു മന്ത്രങ്ങളെല്ലാം ചൊല്ലുകയാണ്. ഇപ്പൊ രണ്ടുപേരും വന്നിട്ട് അവർ ആർക്കിന്റെ മൂടി തുറക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ വെറും മണലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ടുള്ള ജർമ്മൻകാരെല്ലാരും തന്നെ ഷോക്ക് ആവുകയാണ്. ഇതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് എല്ലാം ഇപ്പോ ഫ്ലിക്കർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ചുറ്റും നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പെട്ടിന്റെ ഉള്ളിൽ എന്തോ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ നിന്നും ഇപ്പോ ഒരു പ്രത്യേക തരത്തിലുള്ള ശക്തി പുറത്തേക്ക് ഒഴുകി വരികയാണ്. ഇത് കണ്ടിട്ടുള്ള നമ്മുടെ ഹീറോയിനോട് പറയാണ്, എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും കണ്ണ് തുറക്കരുത്, കണ്ണ് മുറുക്കെ അടച്ചോളാൻ പറയാണ്. അങ്ങനെ പെട്ടിന്റെ ഉള്ളിൽ നിന്നും പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പവർ, ആ ഒരു ആത്മാക്കള് എല്ലാരും തന്നെ കൊല്ലുകയാണ്. ഈ ഒരു പെട്ടി നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരെല്ലാരും തന്നെ
അവരുടെ മുഖം മെഴുകുമാതിരി ഉരുകി നിലത്തേക്ക് വീഴുന്നുണ്ട്. എല്ലാരും തന്നെ ഇപ്പൊ മരിച്ചു പോവാണ്. ഇപ്പൊ ചുറ്റിക്കൊണ്ടിരുന്ന ആ ഒരു പവേഴ്സ് എല്ലാം തന്നെ ഈ ഒരു പെട്ടിക്ക് ചുറ്റും വട്ടം കറങ്ങാണ്. അതിനുശേഷം ആകാശത്തേക്ക് പോയിട്ട് വീണ്ടും ആ ഒരു ബോക്സിന്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു കയറാണ്. കണ്ണ് മുറുക്കി അടച്ചിരുന്നോണ്ട് തന്നെ ഹീറോയിനും ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഈ ഒരു ആർക്കുമായിട്ട് അവർ വീണ്ടും അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. നമ്മുടെ ഇന്ത്യാന ജോൺസ് പറഞ്ഞിട്ടുള്ളത് പോലെ ഇവർ ഈ ഒരു ആർക്ക് കണ്ടുപിടിച്ചതിനായിട്ടുള്ള പൈസ ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവർ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡീല് ഗവൺമെന്റ് ഡിനൈ ചെയ്യാണ്. ഈ ആർക്ക് മ്യൂസിയത്തിന്റെ ഉള്ളിൽ തന്നെ വെക്കാൻ തരുന്നില്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനിപ്പോ ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല. ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ട സമയത്ത് തന്നെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. ദേഷ്യം വന്നിട്ടുള്ള ഹീറോ അവിടുന്ന് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഹീറോയിനിപ്പോ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അധികം ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഗവൺമെന്റ് ആൾക്കാർ അത് സേഫ് ആയിട്ട് തന്നെ വെച്ചോളും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവനെ സമാധാനപ്പെടുത്തിയിട്ട് അവൾ അവിടുന്ന് അവനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഈ ഗവൺമെന്റിന്റെ ആളുകൾ ആ ഒരു പെട്ടി ഒരു ബോക്സിന്റെ ഉള്ളിൽ അടച്ചിട്ട് ഒരു വലിയ ഗോഡൌണിന്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഈ സീൻ കാണിച്ചിട്ട് സിനിമയോട് വെച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോന്റെ അടിയിൽ എന്തെങ്കിലും ഒരു ഇമോജി കമന്റ് ചെയ്ത് വെക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.